കൂടെ എടുത്തോളൂ. ബാസ്കറ്റ് പിടിക്കൂ, പിടിക്കൂ. നടക്കൂ നടക്കൂ, വേഗം നടക്കൂ. എന്താ കുട്ടികളെ? ആ, മോക്ക് ഏത് സോപ്പാ ഇഷ്ടം? പാമോലിവാ? എനിക്കും അത് തന്നെയാ. ദാ പിടിക്കൂ, എടുക്കല്ലേ? ഒരു മാസത്തെ കൊള്ളാം അങ്ങ് എടുക്കാം. എപ്പോഴും വരാൻ കഴിയില്ല. ആ, ഈ ഷാമ്പു നല്ലതാ, ഇതും കുറച്ചെടുക്കട്ടെ. ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ, മോക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തോളൂ. ഞാനേ ആ മീൻ സ്റ്റാൾ വരെ ഒന്ന് പോയിട്ട് വരാം. വേഗം വേണം. കയ്യിലല്ലേ? നേരും ജപ്പാനാ. ₹858.40. ഓ, ചില സാധനങ്ങൾ ബില്ല് ചേർക്കാൻ വിട്ടുപോയല്ലോ. ഇല്ല, എല്ലാം കൂടി 46 ഐറ്റംസാ. എണ്ണയിൽ ഞാനാ. ജിജു എന്താ എടുത്തേ? കാസറ്റ് അല്ലേ? 1 2 എത്രയാ? സ്വീറ്റ്സ് എത്ര എടുത്തേ? എണ്ണം പറഞ്ഞു കൊടുക്കട്ടിങ്കു. മഞ്ജുനും കൂടെ എടുക്കായിരുന്നില്ലേ? വേണോ മോക്ക്? ഒരെണ്ണം കൂടെ എടുക്ക്. അപ്പൊ ആകെ 2 എണ്ണം. ഷാവുലെ, ഞാൻ ചോദിച്ചിട്ട് വേണോ? എന്താ എടുത്തത്? അങ്ങനെ വരില്ലല്ലോ. ഗുഡ്. ഇതാ, ഇത് കണ്ടുപഠിക്കേ. ഷാഹുലിന് എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തോളൂ. അങ്ങനെ ആയാലോ? ഷാഹുലിന് ഇതിരിക്കട്ടെ, എന്റെ വക. കൂട്ടത്തിലെ നല്ല ആൾക്കാർക്കല്ലേ പൂക്കൾ കൊടുക്കുക. ഹലോ ചേച്ചി, ജോർ കോളനിയിൽ നമ്പർ വേണോ? ഒരു പ്രഷർ കുക്കർ. അടുത്തതിന് മിക്സ് ചെയ്യാ. ഒരു നമ്പർ ചെയ്തിട്ടെ. എന്റെ കുട്ടപ്പ വേണ്ട. എന്നാ അതിന്റെ അടുത്തേനാകാം. അത് ഫ്രിഡ്ജാ. അവരുടെ ഫ്രിഡ്ജാ, മറക്കല്ലേ? ഫ്രിഡ്ജാ. നമസ്കാരം ഉണ്ണിത്താൻ സാർ. ഇതെന്താ ഇപ്പൊ ഇതിലൊരു മണി? എന്റെ കാറ് എന്റെ വഴി. എനിക്ക് ആരുടെ അഭിപ്രായം വെച്ചില്ല. പോയാട്ടെ. പുതിയ പാർട്ടി എത്തിയിട്ടുണ്ടല്ലേ? സേക്രഡ് ആർട്ട് സ്കൂളിൽ മ്യൂസിക് ടീച്ചർ. പേര് നിർമ്മല മേനോൻ. ഒന്ന് കാണണമല്ലോ. എന്റെ ഗൃഹലക്ഷ്മി ഹോം ഒരു ഗൃഹലക്ഷ്മി അപ്ലയൻസസ്. ആ പുതിയ കക്ഷിയെ ചുമ്മാ അങ്ങ് വിളിക്കണം സാറേ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടട്ടെ. ഒരു നമ്പർ തരാൻ അവർക്കും താല്പര്യം കാണുമല്ലോ. തന്റെ ഒരു നമ്പർ ഈ കാലിപ്പെട്ടികൾ വണ്ടിയിൽ കെട്ടിവെച്ച് ആളെ പറ്റിച്ച് നടക്കുന്നില്ല. തന്റെ നമ്പർ പോ. ഈ കുട്ടി അത് കിട്ടില്ല. വേണ്ട, കുട്ടിയുടെ ചിലയിൽ വെട്ടി വിരിഞ്ഞ് കൂടിക്ക് വരണം. പക്ഷെ എന്റെ ഗൃഹലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. നമസ്കാരം, ഞാൻ കുട്ടപ്പൻ. നമ്പർ കുട്ടപ്പൻ എന്നെല്ലാരും വിളിക്കും. നമ്പരോ? അതെ, ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് സ്കീമിൽ നിങ്ങൾ എടുക്കുന്ന ഒരു നമ്പറിന് 1 വർഷം തികയുമ്പോൾ തുകയുടെ ഇരട്ടി വരെയുള്ള ഒരു ഗൃഹോപകരണം നിങ്ങളുടെ വീട്ടിലെത്തുന്നു. നറുക്കിൽ നമ്പർ വീണാൽ പിന്നെ പണം എടുക്കാൻ വേണ്ട, ഫുൾ ഫ്രീ. ഒരു നമ്പറേ തെറ്റ്. നിമ്മി മോളെ, മോളകത്ത് പോ. ആള് മഹാ ഫ്രോഡാ.
സിംഗപ്പൂരിലെ ഫ്രോഡ് പരിപാടികൾ ഞാനിവിടെ വിളമ്പണോ? കുട്ടപ്പനെ ഇപ്പൊ ചെല്ല്, നമുക്കെല്ലാം ശരിയാക്കാം. എന്നെ മറക്കല്ലേ, ഞാൻ വീണ്ടും വരാം. ഇതിനി ഓടുവോ? പിന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാന്നേ കാർബേറ്റിൽ കരട് കയറിയതാ. സാരല്ല. ഓ, ഒരു മെക്കാനിക്. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. എന്നാ വേണ്ട, തള്ള വിളിക്ക. ഓട്ടോ. നേരത്തെ ഇങ്ങ് പോന്നോ? നേരത്തെയോ? മണി 9:30. ഒരൊറ്റ ഓട്ടോ ഇല്ല, ബസ് ഒന്നും നിർത്തുന്നുമില്ല. ആഹാ, പട്ടാളം മുഴുവനും ഉണ്ടല്ലോ. വരുന്ന വഴിക്ക് ആരെയും കണ്ടില്ലല്ലോ. അയ്യോ, ട്യൂഷൻ, മാത്സിനും സയൻസിനും സ്പെഷ്യൽ കോച്ചിങ്. ആ, നിങ്ങൾ വിട്ടോ. അടുത്ത ബസ് ചാടിക്കറി ഞാനങ്ങ് വന്നോളാം. പൊക്കോ പൊക്കോ. ചിലപ്പോഴിങ്ങനെ അല്ലേ? മിസ് സൈക്കിൾ ഓടിക്കോ. എന്താ പറ്റാത്തത്? പക്ഷെ ഈ ചെറുത് വേണ്ട. ഷാവുൽ ഇറങ്ങി ജിജോയുടെ സൈക്കിളിൽ കേറ്. കേറ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അപ്പൊ മാഷ് നന്നാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതിപ്പോ പോയിക്കോ പോയിക്കോ, ഓരോരോ വിധികളെ. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ് മോർണിംഗ് ഫാദർ. മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതേതാ യൂണിഫോം ഇടാത്ത വലിയ കുട്ടി? മോർണിംഗ് ഫാദർ. അത് നമ്മുടെ പുതിയ മ്യൂസിക് ടീച്ചറാ. ഗുഡ് മോർണിംഗ്. നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാൻ. സൈക്കിളും ഒക്കെ ഓടിച്ച് 10ാം ക്ലാസ്സിലെ വത്സ ഫിലിപ്പ് എന്നാ കരുതിയത്. ആ കുട്ടിയുടെ അതേ ശരീരപ്രകൃതി. എന്നാലും സൂക്ഷിക്കണം ടീച്ചറെ, അവന്മാരെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്ന ഭംഗി. ഞങ്ങളൊക്കെ നെയ്ബേഴ്സാ, നല്ല കുട്ടികൾ. നല്ല കുട്ടികള്. ഏതായാലും ഇതൽപ്പ കടന്ന കൈയായിപ്പോയി. ഒരുമാതിരി പിക്നിക്കിന് പോന്നോല സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നത്. കഷ്ടം. കുട്ടികളോടൊപ്പം കളിച്ചു നടന്നാലും ഞാൻ തന്നെയാ ടീച്ചറെ. നന്നായി. രാവിലെ ബസ്സും കിട്ടാണ്ട് ഓടിപ്പിടിച്ച് വന്നപ്പോഴാ ടീച്ചറിന്റെ ഒരു... അല്ല, നിർമ്മല ടീച്ചർ എന്താ ഇന്ന് ടേപ്പ് റിക്കാർഡറൊക്കെ ആയിട്ട്? ഇന്ന് തൊട്ട് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിക്കുക. എത്ര പേർക്ക് താല്പര്യം ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോ ഇനി ഇവിടമാകെ സംഗീത സാന്ദ്രമാകുമെന്ന് അർത്ഥം. നടനം സ്ഥലഫലമതി, ഗാനാമൃതം ഗജേന്ദ്രവാരിധി പരമശിവം. ആഹാ. 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. 1. എടാ മോനെ, എന്നതാ? എന്താ പേര്? ടിങ്കു ജെയിംസ്. നിന്റെ അല്ലടാ, ആ കക്ഷിയുടെ അത് മിസ്. പേരായോചിച്ചത്. എനിക്കറിയാമല്ലോ, ഞങ്ങളൊക്കെ മിസ് തന്നെ വിളിക്കാറ്. ഊതല്ലേ. എടാ, നിനക്കൊക്കെ പുതിയ കൂട്ടുകാരെ കിട്ടിയ പിന്നെ ഇത്തിരി കൂടുന്നുണ്ട്, പറഞ്ഞേക്കാം. എന്താടാ പേര്? അറിഞ്ഞേ പറ്റുള്ളുന്നുണ്ടെങ്കിൽ മനോരേട്ടനെ തന്നെ പറ്റിച്ചൂടെ? എടാ, അത് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഇത്. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്താ? വാട്ട്? എടാ, നീ ഇത് കൊടുക്കണം. എന്റെ പൊന്നു കൂട്ടനല്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യ പ്ലീസ്. നോക്കട്ടെ. എന്റെ കർത്താവ്.
പേരറിയാത്ത എന്റെ സുന്ദരിക്ക് ഭവതിക്ക് ഹൃദയം സമർപ്പിക്കുന്ന ഒരു യുവ കോമളനാണ് ഞാൻ. തന്റെ പേരെനിക്കറിയില്ലെങ്കിൽ എന്താ, ലോകത്തുള്ള എല്ലാ സുന്ദരികളുടെയും പേര് തനിക്ക് ചേരും. തന്നെ ഞാൻ ഹെലൻ എന്ന് വിളിക്കും, ക്ലിയോപാട്ര എന്ന് വിളിക്കും, ഹേമമാലിനി എന്ന് വിളിക്കും. അനുരാഗ കടലിൽ നമ്മൾ ഒന്നിച്ച് നീന്തി തുടിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. നമ്മൾ മാത്രമുള്ള ഒരു ലോകത്ത് സന്തോഷിച്ചും സല്ലപിച്ചും കഴിയണമെന്നാണ് എന്റെ ഹൃദയാഭിലാഷം. മന്ദമാരുതൻ വീശുമ്പോഴും പക്ഷികൾ കളകളഗാനം പൊഴിക്കുമ്പോഴും നിന്നെ ഞാൻ ഓർമ്മിക്കാറുണ്ട്. യോ, നിന്റെ ശരീരത്തിൽ ഒരു മുല്ലവള്ളി പോലെ പടരാൻ ഞാൻ കൊതിക്കാറുണ്ട്. ആഹാ, എന്റെ മനോരേട്ടാ. അയ്യേ, അപ്പോ മഞ്ജു ജോഗിങ്ങില്ല അല്ലേ? മൂടിപ്പോസ് ഉറങ്ങുന്നുണ്ടാവും. ഭാഗ്യവതി. അയ്യോ, എനിക്ക് ഇപ്പോഴും മേല. കുഴി മടിയൻ തന്നെ. ഷാഹുലിനെ നോക്ക്, സ്മാർട്ട്. അയ്യടാ, കുറച്ചൊരു നീങ്ങോട്. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ്. അത്രയ്ക്കും കൂട്ടൊന്നല്ല, ഭയങ്കര തണുപ്പാ. എന്നും കാലത്ത് ഒരു 5 കിലോമീറ്ററെങ്കിലും ഓടുക എന്നുള്ള എന്റെ ഒരു ശീല. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മടങ്ങാ മതി. മടങ്ങാ മനോരേട്ടൊന്ന് മതിയാക്കിയ 5 കിലോമീറ്റർ ആയില്ലല്ലോ. ആരോഗ്യത്തിന്റെ രഹസ്യം വിട്ടോ വിട്ടോ വിട്ടോ. അല്ല, ഞാൻ ബൈ. തന്നെ ട്യൂഷന് പോണ്ടേ? പിന്നെ എന്താ നമ്പർ? ഹലോ, രാവിലെ ഈവനിങ് വാക്കിന് ഇറങ്ങിയല്ലേ? ഓളേന്നത് ഇങ്ങനെയാ. സ്കൂളിലെ കാര്യം പറയാതിരിക്കുക ഭേദം. നല്ലൊരു മൂത്രപ്പര പോലും ഇല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞതാ. നിറയെ ഓട്ടയാ. എന്നാലും ദൂരെ നോക്കുമ്പോ ദാറ്റ് സ്കൂൾ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നല്ല പ്രിമിസസാ, എനിക്കിഷ്ടമായി. ഓ, ആ ബിൽഡിങ്ങിന്റെ പണി ഞാൻ എത്ര കാലമായി തുടങ്ങിയിട്ട് ഇനിയും തീർന്നിട്ടില്ല. അത് അതിന്റെ എഞ്ചിനീയർ അമേരിക്കയിൽ ഏതോ കോഴ്സിന് പോയതുകൊണ്ടാ. അതിരിക്കട്ടെ, മൂത്രപ്പര മോശമാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് കൊള്ളാത്തോണ്ടാ. ഫാദറിന് നിങ്ങളൊരു മെമ്മോറാണ്ടം കൊടുക്കണം. അങ്ങ് ചെന്നാ മതി. മെമ്മോറാൻഡോ ഒന്നും ഏൽക്കുകയല്ല. നമുക്കൊന്ന് 2 പോസ്റ്റർ എഴുതി രാത്രി ഒട്ടിച്ചാലോ? ഇരുട്ടത്തിൽ നിന്നുള്ള പണിയെ പറ്റൂന്ന് അർത്ഥം. വേറെ പ്രോബ്ലംസ് ഉണ്ടാക്കണ്ട. അതൊക്കെ മാനേജ് ചെയ്യാന്നേ. മിസ് ഞങ്ങളോട് നിന്നാ മതി. വേണ്ടാത്ത കാര്യത്തിനൊന്നും കൂട്ടു നിൽക്കാൻ ഞാൻ ഏതായാലും ഇല്ല. ഇങ്ങോട്ട് വാടാ. എസ് ഡാഡി. നിനക്ക് സ്കൂളിലൊക്കെ എത്രയാടാ മാർക്ക്? അത് ഡാഡി നല്ല മാർക്കാ. ആ, അങ്ങനെ വേണം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, എടാ, ഇവിടെ ഇപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കൊള്ളാം. വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാൻ കണ്ട സമയം കൊള്ളാം. നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ആർക്ക് ഏത് സമയത്തും സംസാരിക്കാം, അല്ലേടാ? മതി, എഴുന്നേറ്റ് വന്ന് കിടക്കാം. ആ, പാതിരാത്രിക്കാ കൂത്തുകളി. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ അത് ഇന്നത്തെ വിദ്യാഭ്യാസം വിട്ടൂടാ. എല്ലാ പോസ്റ്റർ എടുത്തോ. വേഗം പോടാ. പണി തീരാ. നിന്നെ നന്നാക്കാൻ പറ്റുന്നു. എന്താന്ന് ഈ വേണ്ടേ? ഗുഡ് യൂറിന്. ഇവിടെ എന്താ? ഇവിടെ നീ ഇതേ നേരെയാക്കാൻ പറ്റുന്നു. ഞാൻ കീഴടോ. മക്കളെ, എന്റെ കണ്ണിൽ ഒരു തരി മണ്ണിടാൻ നീയൊന്നും വിചാരിച്ചാൽ നടക്കുകയില്ല. 10 വർഷം മെന്റൽ സ്കൂളിൽ പഠിപ്പിച്ചേച്ച ഈ ഭവാനിയോ സച്ചൻ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെയൊക്കെ മനഃശാസ്ത്രം എനിക്ക് നല്ലവണ്ണം അറിയാം. എന്റെ സമയം വെറുതെ മെനക്കെടുത്തണോ മക്കളെ? അങ്ങോട്ട് പറഞ്ഞോളൂ, ആരാ നിങ്ങളുടെ ആർട്ടിസ്റ്റ്? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒരു അവാർഡ് തന്ന് ബഹുമാനിക്കാനാ. ഷാഹുൽ ഹമീദേ, കണ്ണിൽ നോക്ക്. ഈ കള്ളലക്ഷണമൊക്കെ കുറെ കാലായില്ലേ ഞാൻ കണ്ടു തുടങ്ങിയിട്ട്. പറഞ്ഞോളൂ,
എന്തിനാ ഈ പണിക്കിറങ്ങിയത്? കണ്ണാ, കണ്ണിൽ നോക്ക്, കള്ളം പറയരുത്. എപ്പോഴാ തോട്ടിച്ചത്? നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇത് എഴുതി പിടിപ്പിക്കാൻ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ജിജോ ഇത് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ക്ലാസ്സിൽ നല്ല അച്ചടക്കവും അനുസരണയും ഗുരുഭക്തിയുള്ള നല്ല കുട്ടി. പക്ഷെ എപ്പോഴാ മനസ്സിന്റെ താളം തെറ്റാന്ന് കർത്താവിന് പോലും അറിയില്ലല്ലോ. ആ ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ ഇത് ചെയ്യുന്നു. ഇങ്ങോട്ട് മാറി നിക്കടാ. എന്താണ് നിന്റെ അപ്പന്റെ പേര്? എന്തായിരുന്നു ജോലി? ഫിലിപ്പോസ്. ജോലി പീലിപ്പോസോ? അല്ല, കോൺട്രാക്ടറാ. എന്നാലേ ആ കോൺട്രാക്ടറോട് ചെന്ന് പറ എന്നെ ഒന്ന് വന്ന് കാണാൻ. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് തൊഴാനാ. എന്നിട്ട് നീ ക്ലാസ് കയറിയാ മതി. എവിടെ വടി? ഇവരെന്തിനാ ഇവിടെ നിൽക്കണേ? ഓർഡർ ഓർഡർ. പ്രകടനം ഗംഭീരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. ഇപ്പൊ എന്തായി? ആ ഫാദർ ഒരു ഭയങ്കര സാധനമാ. ഇടയ്ക്ക് ഇങ്ങനെ ചില പെർഫോമൻസ്. ഫാദർ മെന്റലോസ്. അനുഭവിച്ചോ? എല്ലാവരും ചേർന്നല്ലേ ജിജോയെ പിരികേറ്റിയത്? മിസ് ഒന്ന് ഫാദറെ കണ്ട് പറയാവോ? മിസ് പറഞ്ഞാ ഫാദർ കേൾക്കും. കേട്ടേച്ച് വരിക. ഞാനും കൂടെ ചേർന്നിട്ടാ നിങ്ങൾ ഇത്ര വഷളായിരുന്ന. അങ്ങേരുടെ വായിലിരിക്കണത് കേട്ട് മിച്ചം. ഇനിയിപ്പോ എന്താ ഒരു വഴി? ജിജോയുടെ ഡാഡി ഇതറിഞ്ഞാ പിന്നെ തീർന്നു എന്റെ പഠിത്തവും സ്കൂളും ഒക്കെ. ജിജോയുടെ ഡാഡിയെ നമ്മുടെ ഫാദറിന് അറിയാവോ? ഇല്ലല്ലോ. എന്നാ ഒരു വഴിയുണ്ട്. എന്താ അത്? ജിജുവിന്റെ ഡാഡിയെ വിളിച്ചോണ്ട് പോകുന്നു, ഫാദറിനെ കാണുന്നു, മാപ്പ് പറയുന്നു. That's all. അയ്യോ, ഞാൻ സ്നേഹം കൊണ്ട് പറയാണെന്ന് കൂട്ടിക്കോളൂ. ഇവനെയൊക്കെ വിടേണ്ടത് ഇങ്ങോട്ടല്ല, ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക്. നിങ്ങൾ എന്താ വിചാരിച്ചേ? കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് വെച്ച് മെന്റൽ പ്രോബ്ലം ഉള്ള കുട്ടികളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഞാൻ പറയുന്നത് ശരിയല്ലേ മിസ്റ്റർ പീലിപ്പോസേ? കാര്യം ശരിയാണ്. എന്റെ ശ്രദ്ധക്കുറവ് അല്പമുണ്ട്. സിമന്റ്, കമ്പി, പാലം, കലുങ്ക്, കെട്ടിടങ്ങൾ, അങ്ങനെ 100,008 പ്രശ്നങ്ങൾ. ഞാനൊരു പാവം കോൺട്രാക്ടറായി പോയില്ലേ അച്ചോ. തിരക്കൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ വിളിച്ചാ വന്ന് കാണാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും വിശേഷം ഇല്ലാതെ അച്ഛൻ വിളിപ്പിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിശേഷമൊക്കെ ഈ പിശാച് പറഞ്ഞില്ലേ? അതങ്ങ് വിട്ടുകളാച്ചോ. നമുക്ക് വേറൊരു മൂത്രപ്പരിപാടി ഉണ്ടാക്കാം. എന്തിനാ ഇവനെ കൊഴിഞ്ഞു നോക്കാനോ? പോട്ടാച്ചോ. പോട്ടെന്നാ? എങ്ങോട്ട് പോണു? ഇതിന് സമാധാനം ഉണ്ടാക്കി പോയാൽ മതി. അതല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അങ്ങ് പോട്ടേന്ന്. അച്ഛൻ പറ, എത്ര ചാക്ക് സിമെന്റ് വേണം? അപ്പോ പീലിപ്പോച്ചൻ വന്നത് വളരെ നന്നായി. കുട്ടികൾ ഓരോ വികൃതി കാട്ടിന്ന് വെച്ച് ഞാൻ പീലിപ്പോച്ചന്റെ ടൈം കുറെ വേസ്റ്റ് ആക്കിയില്ലേ? സോറി. നോ 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 നോ, അച്ഛൻ എങ്ങനെ പറയരുത്. ഞാൻ അങ്ങനെ പറയും. അച്ഛൻ എങ്ങനെ പറയരുത്? ഞാൻ പറയും. നിങ്ങളെ പോലെ ഉത്തരവാദിത്തമുള്ള പേരൻസിന് കിട്ടുന്നത് വലിയ ഭാഗ്യട്ടോ. ജിജോ, ഗോ ടു യുവർ ക്ലാസ്. താങ്ക് യു ഫാദർ. അപ്പോ സിമെന്റിന്റെ കാര്യം? ഓ ഷുവർ ഷുവർ ഷുവർ. അച്ഛൻ എന്റെ ഗോഡൌണിലേക്ക് ഒന്ന് അറിയിച്ചാ മതി. സാധനം അപ്പം അവിടെ എത്തിച്ചിരിക്കും വിത്ത് പ്രഷർ. അപ്പൊ അച്ഛൻ ഒരു നമ്പർ. നമ്പറോ? എന്താ പറഞ്ഞ? അല്ല, ഈ നമ്പർ എന്ന് പറഞ്ഞാ അച്ഛന്റെ ടെലിഫോൺ നമ്പർ 3109. ഓ 31091. 3109. വേണ്ട, നമ്പറിന്റെ കാര്യമല്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കൂല. പോട്ടാച്ചോ. ശരി. എന്തൊരു ദാനശീലം. അടിസ്ഥാന രാഗങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ നിന്നാണ് മ്യൂസിക് വേൾഡിലേക്ക്. സ്റ്റാഫ് റൂം അവിടെ ബാക്കി അടുത്ത ക്ലാസ്സില്. നിങ്ങളൊക്കെ ഗ്രൗണ്ടിൽ പോയി വല്ലതും കളിച്ചോളൂ. ഒളിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? നീ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഈ ഭാസ്കര കുറിപ്പ് വിചാരിച്ചാൽ ഒരൊറ്റ സെക്കൻഡ് മതി, വിവരം അവിടെ എത്തിയിരിക്കും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അത് നീ എന്നെ കൊണ്ട് ഇനിയും പറയിക്കുമല്ലേ? മോളെ, തമാശകളാ. വാ, ഒന്ന് വണ്ടി കയറ്. ഇത് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒന്ന് പോയി തരാവോ? ഇവിടെ വന്ന് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. പ്രശ്നം ഉണ്ടല്ലോ, അറിയട്ടെ എല്ലാവരും. എന്റെ അടുത്തൊന്ന് മുങ്ങാൻ നിനക്ക് ഇങ്ങനെ ധൈര്യം വന്നു? കേറിക്കോ, മതി നിന്റെ സ്കൂളും പഠിപ്പിക്കലും ഒക്കെ. ദേ, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോണം. നമുക്ക് വൈകിട്ട് കാണാം. കാര്യങ്ങളൊക്കെ അപ്പൊ സംസാരിക്കാം. വൈകിട്ട് എവിടെ വെച്ച്? എവിടെ വേണേലും വരാം. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഡ്രൈവിംഗ് റെസ്റ്റോറന്റ്. അവിടെ ഷാർപ്പ് 5 o'clock. ഓക്കെ, വരാം. ഈ ഭാസ്കര കുറിപ്പിനെ കുറച്ചാലായിട്ട് അറിയാമല്ലോ. അവിടെ കാണാം.